ഹായ്, ഇന്ന് റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ RCC ആണ് പഠിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് RCC പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 1 സിമെന്റ്, 2 ഫൈൻ അഗ്രിഗേറ്റ്, 3 കോഴ്സ് അഗ്രിഗേറ്റ്, 4 വാട്ടർ, 5 റെയിൻഫോഴ്സ്മെന്റ്. ഫസ്റ്റ് വൺ സിമെന്റ്. ഏതൊക്കെ ടൈപ്സ് ആണെന്ന് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് ഓർഡിനറി ഓർ ലോ ഹീറ്റ് പോർട്ട്ലൻഡ് സിമെന്റ്. ഇതിൻ്റെ IS കോഡ് 269. ഇത് പൊതുവെ ജനറൽ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ്, റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലൻഡ് സിമെന്റ്. ഇതിൻ്റെ IS കോഡ് 8041. ഇത് കോൺക്രീറ്റ് പ്രൊഡക്ഷൻ, റോഡ് റിപ്പയർ, എമർജൻസി റിപ്പയർ ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് പോർട്ട്ലാൻഡ് സാക്ക് സിമെന്റ്. ഇതിൻ്റെ IS കോഡ് 455. ഇത് യൂസ് ചെയ്യുന്നത് സൾഫേറ്റ് റെസിസ്റ്റന്റ്, ക്ലോറിൻ റെസിസ്റ്റന്റ് ഒക്കെ ആയിട്ടാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറയുന്നത് കോൺക്രീറ്റ് റോഡ്, ഫ്ലൈ ഓവർ. ഹൈ സ്ട്രെങ്ത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. ഇതിൻ്റെ IS കോഡ് 8112. ഇത് ഹൈ റൈസ് ബിൽഡിംഗ്, ലോങ് സ്പാൻ ബ്രിഡ്ജസിലൊക്കെയാണ് ആപ്ലിക്കേഷൻ വരുന്നത്. Then hydrophobic cement in the IS code 8043, used for water resistant properties, example dam, underwater construction, etc. Next, high alumina cement, resistant from chemical attack, temperature resistant. ഇതൊക്കെ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ IS കോഡ് 6452. സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ്. ഇത് യൂസ് ചെയ്യുന്നത് ഹൈ റെസിസ്റ്റന്റ് ടു സൾഫേറ്റ് അറ്റാക്ക്. ഇതിൻ്റെ IS കോഡ് 6909. ഓക്കെ, നെക്സ്റ്റ് ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്. ഇപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടും കൂടി കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. ഫൈൻ അഗ്രിഗേറ്റ് ഡെഫിനിഷൻ: the aggregate which passes through IS sieve number 480. എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഏത് അഗ്രിഗേറ്റ് ആണോ IS sieve നമ്പർ 480 കൂടി പാസ്സാകുന്നത്, അഥവാ 4.75 mm സീവിൽ കൂടെ പാസ്സാകുന്നത്, കടന്നു പോകുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ഫൈൻ അഗ്രിഗേറ്റ്. ഇനി കോഴ്സ് അഗ്രിഗേറ്റ് നോക്കാം. ദ അഗ്രിഗേറ്റ് വിച്ച് റിട്ടേൺ ഓവർ IS sieve നമ്പർ 480 എന്ന് വെച്ചാൽ IS sieve നമ്പർ 480 നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന അഗ്രിഗേറ്റുകൾ വിളിക്കുന്ന പേരാണ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും IS കോഡ് വരുന്നത് 383. അടുത്തത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നതാണ് 4.75 mm സീവ് ഓർ IS sieve നമ്പർ 480. നെക്സ്റ്റ് പോയിന്റ്, സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഫൈൻ അഗ്രിഗേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഡസ് നോട്ട് എക്സീഡ് 4.75 mm എന്ന് വെച്ചാൽ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സൈസ് ഒരിക്കലും 4.75 mm കൂടുതൽ. Fine particles passing through the sieve number IS 15 should not exceed 8%. എന്ന് വെച്ചാൽ sieve number IS 15 പാസ് ചെയ്യുന്ന ഫൈൻ പാർട്ടിക്കിൾസ് ഒരിക്കലും 8% കൂടാൻ പാടില്ല. ഇനി കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ നോക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ആൻഡ് നേച്ചർ ഓഫ് വർക്ക്. എന്ന് വെച്ചാൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് തരത്തിലാണെന്നും ഇതിൻ്റെ സ്വഭാവത്തെയാണ് നോക്കുന്നത്. ദെൻ എക്സാമ്പിൾ ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്: സാൻഡ്, സീവ്, കോറി ഡസ്റ്റ്, ബേൺഡ് ക്ലേസ്, ഫ്ലൈ ആഷ്, സുക്കി, സ്റ്റോൺ സ്ക്രീനിങ്സ്, എക്സെട്ര. എക്സാമ്പിൾ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്: ഗ്രാവൽസ്, പെബിൾസ്, ബ്രിക്ക് ചിപ്സ് ഓർ ബ്രോക്കൺ ബ്രിക്സ്, സ്റ്റോൺ ചിപ്സ് ഓർ ബ്രോക്കൺ സ്റ്റോൺസ്, എക്സെട്ര. ഇതിലിപ്പം കുറച്ച് പേർക്കെങ്കിലും അറിയാത്തത് എക്സാമ്പിൾസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റിലെ സൂക്കി, സ്റ്റോൺ സ്ക്രീനിങ്സ്. പിന്നെ എക്സാമ്പിൾസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റിൽ
എല്ലാം കേട്ടുള്ള പേരായിരിക്കും. ബ്രിക്ക് ചിപ്സ് എന്ന് പറയുമ്പം ബ്രോക്കൺ ബ്രിക്ക് നേരത്തെ പറഞ്ഞാണ്. Going to the next point, properties of fine aggregate. It should be free from silt, clay, salt and other organic material. Coarse aggregate la, it should be free from clay, cloths and other organic matter. It should not have glossy surface. Glossy surface എന്ന് പറയുന്ന നേരത്ത് കോഴ്സ് അഗ്രിഗേറ്റിന് ഒരിക്കലും പ്രതലമായിട്ടുള്ള സർഫസ് ആണല്ലോ, എന്ന് വെച്ചാൽ സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ള സർഫസ്. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ അടുത്ത പ്രോപ്പർട്ടി, ഇറ്റ് ഷുഡ് നോട്ട് ബി സോഫ്റ്റ്, പോറസ് ഓർ ഫ്ലേക്കി. എന്ന് വെച്ചാൽ കോഴ്സ് അഗ്രിഗേറ്റ് സോഫ്റ്റ് ആയിരിക്കില്ല, അതിനകത്ത് പോറസ് ആണല്ല, സുഷിരങ്ങളാണല്ല, ഓഫ് ഫ്ലേക്കി. എന്ന് വെച്ചാൽ പൊട്ടയൊന്നും ചെയ്യല. ഇറ്റ് ഷുഡ് നോട്ട് അബ്സോർബ് മോർ ദാൻ 5% ഓഫ് വാട്ടർ വെൻ ഇമേഴ്സ്ഡ് ഇൻ 24 hours. എന്ന് വെച്ചാൽ കോഴ്സ് അഗ്രിഗേറ്റിനെ വെള്ളത്തിൽ ഒരു 24 മണിക്കൂർ മുക്കി വെക്കുമ്പോൾ ഒരിക്കലും 5% കൂടുതൽ വെള്ളം അബ്സോർബ് ആകാൻ പാടില്ല. ഇനി അടുത്ത മെറ്റീരിയൽ പഠിക്കാം, വാട്ടർ. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡർട്ട്, ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്, സൾഫർ കണ്ടാമിനേഷൻ ആൻഡ് ക്ലോറൈഡ്സ് വിച്ച് കോസ് എഫ്ലോറസൻസ്. അപ്പം ഇതെപ്പോഴും ഡേറ്റിൽ നിന്നും ഫ്രീ ആയിരിക്കണം, ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ഒന്നും കാണാൻ പാടില്ല, സൾഫർ കണ്ടാമിനേറ്റ് ചെയ്യാൻ പാടില്ല, അതേപോലെ ക്ലോറൈഡ് പാടില്ല. ഇതൊക്കെ എന്തിന് കാരണമാകും? എഫ്ലോറൻസിന് കാരണമാകും. എഫ്ലോറൻസ് എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ ബ്രിക്കിലും അതേപോലെ തന്നെ ഈ കോൺക്രീറ്റിലൊക്കെ ആണെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു വെളുത്ത ഒരു വസ്തുവാണ്. ക്ലിയർ ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി യൂസ്ഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാൻ പറ്റുന്ന വെള്ളം വേണം ഉപയോഗിക്കാൻ. ഇത് പറയുന്ന IS കോഡ് എന്ന് പറയുന്നത് 1453. നെക്സ്റ്റ് പോയിന്റ്, pH വാല്യൂ 6 to 8, 6നും 8നും ഇടയിലായിരിക്കണം ഇതിൻ്റെ pH വാല്യൂ. മിക്സിംഗ് ഓർ യൂസിങ് ഓഫ് കോൺക്രീറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് ഹാർംഫുൾ സാൾട്ട്സ് ഇൻ സീ വാട്ടർ. എന്ന് വെച്ചാൽ കോൺക്രീറ്റുമായിട്ട് സീ വാട്ടറിനെ മിക്സ് ചെയ്യാനോ യൂസ് ചെയ്യാനോ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം സീ വാട്ടറിലുള്ള ഹാർംഫുൾ സാൾട്ട്സ്. നെക്സ്റ്റ് മെറ്റീരിയൽ, റീഇൻഫോഴ്സ്മെൻറ്റ്. അതിനകത്ത് തന്നെ ഒരുപാട് ടൈപ്പുകളുണ്ട്. ഫസ്റ്റ് വൺ, മൈൽഡ് സ്റ്റീൽ ബാർ ആൻഡ് IS 432. മൈൽഡ് സ്റ്റീൽ ബാർ പൊതുവെ റീഇൻഫോഴ്സിങ് കോൺക്രീറ്റ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബിൽഡിങ്ങിലും ബ്രിഡ്ജിലും ഒക്കെ ബീമിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ, മീഡിയം ടെൻസൈൽ സ്റ്റീൽ ബാർ. ഇതിൻ്റെ IS കോഡ് വരുന്നത് 432. മീഡിയം ടെൻസൈൽ സ്റ്റീൽ ബാർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സിങ് സ്റ്റീലാണ്. ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീൽ ബാറിനെക്കാട്ടി ഹയർ ആണ്. ഇത് പൊതുവെ ഹൈറൈസ് ബിൽഡിംഗ്, ബ്രിഡ്ജസ്, ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സിലാണ് ആപ്ലിക്കേഷൻ വരുന്നത്. തേർഡ് വൺ, ഹോട്ട് റോൾ ഡീഫോംഡ് ബാർ. ഇതിൻ്റെ IS കോഡ് 1139. ഹോട്ട് റോൾഡ് ഡീഫോംഡ് ബാറിനെ TMT ബാർ അഥവാ തെർമോമെക്കാനിക്കലി ബാർ എന്നാണ് വിളിക്കുന്നത്. ഇത് സുപ്പീരിയർ ടെൻസൈൽ സ്ട്രെങ്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, കോൾഡ് ട്വിസ്റ്റഡ് ബാർ. ഇതിൻ്റെ IS കോഡ് 1786. ഇതിനെ HYSD ബാർ എന്നും വിളിക്കാം. എന്ന് വെച്ചാൽ ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർ. ഇത് RCCയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഹൈറൈസ് ബിൽഡിംഗ്, ബ്രിഡ്ജസ്, ഡാംസ്. നെക്സ്റ്റ്, ഹാർഡ് ഡ്രോൺ സ്റ്റീൽ വയർ ഫാബ്രിക്. ഇതിൻ്റെ IS കോഡ് 1566. ഇത് പൊതുവെ ഗ്രിഡ് അല്ലെങ്കിൽ ഒരു മെഷ് പാറ്റേൺ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വിള്ളലുകൾ അല്ലെങ്കിൽ ക്രാക്കിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഓവറോൾ ടെൻസൈൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്
കോൺക്രീറ്റ് സ്ലാബ്, ഡാംസ്, ബ്രിഡ്ജസ്. റോൾ സ്റ്റീൽ ഫ്രം സ്ട്രക്ചറൽ സ്റ്റീൽ. ഇതിൻ്റെ IS കോഡ് 266. ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ. I സെക്ഷൻ, ബീം സെക്ഷൻ, U സെക്ഷൻ, ചാനൽ സെക്ഷൻ, അങ്ങനെ ഒരുപാട്. അതിനകത്ത് I സെക്ഷൻ വരാൻ നേരത്ത് ഫ്ലോർ സപ്പോർട്ടിങ്, റൂഫ് സപ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ചാനൽ സെക്ഷൻ വരാൻ നേരത്ത് സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് പോയിന്റ്, ഓൾ റീഇൻഫോഴ്സ്മെന്റ് ഷാൾ ബി ഫ്രീ ഫ്രം മിൽ സ്കെയിൽസ്, ലൂസ് റസ്റ്റ് ആൻഡ് കോട്ട്സ് ഓഫ് പെയിന്റ്സ്, ഓയിൽ, മഡ് ഓർ അതർ കോട്ടിങ്സ് വിച്ച് ഡിസ്ട്രോയ് ഓർ റെഡ്യൂസ് ബോണ്ട്. എന്ന് വെച്ചാൽ എല്ലാ റീഇൻഫോഴ്സ്മെന്റും മിൽ സ്കെയിൽസ് ഒന്നും കാണരുത്. എന്ന് വെച്ചാൽ അയൺ ഓക്സൈഡ് ഒന്നും ഫോം ചെയ്യല്ല, തുരുമ്പിച്ച ഓക്സൈഡ് ഒന്നും ഫോം ചെയ്യില്ല. അത് മെയിൻലി കാണപ്പെടുന്നത് ഈ ഹോട്ട് റോൾഡ് സ്റ്റീലൊക്കെയാണ്. പിന്നെയാണെങ്കിൽ ഈ ലൂസ് റസ്റ്റ്, അയഞ്ഞ തുരുമ്പൊന്നും കാണപ്പെടുന്നില്ല. പിന്നെയാണെങ്കിൽ പെയിന്റിന്റെ കോട്ട്, ഓയിൽ, മഡ്, വേറെ കോട്ടിങ്ങുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും, നശിപ്പിക്കും, അല്ലെങ്കിൽ ബോണ്ടിങ് കുറയ്ക്കും.